ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ എല്ലാ ബയോളജി ലെസൺസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് കടക്കാം. മാറ്ററിന് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. സോളിഡിനെ ലിക്വിഡാക്കാം, ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റാം. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ വാട്ടർ തന്നെയാണ്. വെള്ളത്തിന് നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് സോളിഡായിട്ട് മാറും. സോളിഡ് വാട്ടറിനെ നമ്മൾ എന്താ പറയുന്നത്? ഐസ് എന്നല്ലേ. ഖരാവസ്ഥയിലുള്ള ജലത്തിനെയാണ് ഐസ് എന്ന് പറയുന്നത്. ഈ ഐസ് നമ്മൾ ചൂടാക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ കുറച്ചു നേരം പുറത്തെടുത്ത് വെച്ചാൽ മതി, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ തന്നെ എന്താവും? അത് ഉരുകാൻ തുടങ്ങും. ആ ഉരുകി എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും. അതായത് ദ്രാവക രൂപത്തിൽ ആവും. ഇനി ആ ദ്രാവക രൂപത്തിലുള്ള വാട്ടറിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ എന്ത് പറ്റും? അത് തിളച്ച് ആവിയായിട്ട് മാറും. അപ്പോൾ നീരാവി എന്ന് പറയുന്നത് എന്താണ്? വാതക ഫോമിലാണ് അല്ലേ. വെള്ളത്തിനെ നമ്മൾ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കും മാറ്റി. അപ്പോൾ ഇതിന് 2 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ബൈ ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ, രണ്ടാമതായി ബൈ ചേഞ്ചിങ് ദ പ്രഷർ. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചർ വെച്ചിട്ട് എങ്ങനെ മാറ്റാമെന്നാണ്. അപ്പോൾ ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഇതിപ്പോൾ സോളിഡ് ആണെങ്കിൽ ഇവയുടെ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവ തമ്മിലൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ താപനില കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എനർജിയാണ് അല്ലേ. ഈ എനർജി കിട്ടുമ്പോൾ ഈ പാർട്ടിക്കിൾസിന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അവർക്ക് കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി. നിങ്ങൾ ഫിസിക്സിൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഒക്കെ പഠിക്കും. ഓക്കെ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മൂവ് ചെയ്യുന്ന വസ്തുവിനുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവർക്ക് കൂടുതൽ എനർജി കിട്ടുമ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആവും. അപ്പോൾ ആ എനർജി ഉപയോഗിച്ചിട്ട് ഇവർ ഈ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് കിട്ടും. ആ ഫോഴ്സ് ബ്രേക്ക് ചെയ്ത് അവർക്ക് സെപ്പറേറ്റ് ആയി പോക്കൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഒരു ചങ്ങലയിട്ട്, അതായത് അയണിൻ്റെ ചങ്ങലയിട്ടിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. വേറൊരെണ്ണം ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അയണിൻ്റെ ചങ്ങലയിട്ടുള്ളത് സെപ്പറേറ്റ് ആയി പോവില്ല. പക്ഷേ റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ചത് പൊട്ടി പോവും അല്ലേ. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ് സോളിഡിലുള്ളത്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് വെച്ചിട്ട് കൈനറ്റിക് എനർജി കൂടി ഈ പാർട്ടിക്കിൾസ് ഇനഫ് എനർജി കിട്ടി ഈ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത് ആ ചങ്ങല പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിച്ച് നിൽക്കണം വേണ്ട, അവർ കുറച്ച് സ്പേസ് ഔട്ട് ആവും. അപ്പോൾ എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറി. പക്ഷെ നമ്മൾ അവിടെയും വിടുന്നില്ല, വീണ്ടും എനർജി കൊടുക്കണം, താപനില കൂട്ടുകയാണ്. അപ്പോൾ എന്ത് പറ്റും? വീണ്ടും കൈനറ്റിക് എനർജി കിട്ടി. ആ അകന്നിരുന്നവർ കുറച്ചും കൂടി സ്പീഡിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഫോഴ്സും ബ്രേക്ക് ചെയ്യും. അങ്ങനെ അവർ വളരെ ഫാർ അപ്പാർട്ടായിട്ട് പോകുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? വാതകമായിട്ട് മാറുന്നത്. ഇനി അപ്പോൾ ഐസിനെ ചൂടാക്കിയപ്പോൾ വാട്ടറിനെ ചൂടാക്കിയപ്പോൾ വേപ്പർ. ഇനിയോ തിരിച്ചു വരാം. നമ്മൾ ആ വാതക അവസ്ഥയിലുള്ള വാട്ടർ വേപ്പറിനെ തണുപ്പിക്കുക എന്ത് പറ്റി? അവരുടെ എനർജിയൊക്കെ പോയി അവർ ഒന്നിച്ചു വരും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി. അപ്പോൾ എന്തായി? ലിക്വിഡായി. കുറച്ചും കൂടെ തണുപ്പിച്ചു, അപ്പോൾ ആ എനർജിയും കൂടി പോയി. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ അടുത്ത് വന്നു. എന്തായിട്ട് മാറി? സോളിഡായിട്ട് മാറി. ഓക്കെ. അപ്പോൾ ചൂട് കൂട്ടുന്തോറും സോളിഡ് ലിക്വിഡായി, ലിക്വിഡ് ഗ്യാസായി. ചൂട് കുറയ്ക്കുമ്പോൾ ഗ്യാസ് ലിക്വിഡായി, ലിക്വിഡ് വീണ്ടും സോളിഡായി. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഈ സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് മാറുന്ന ആ അവസ്ഥയെ പറയുന്ന പേരാണ് മെൽറ്റ് ചെയ്ത് പോവുക, അരിയുക അല്ലേ. അപ്പോൾ മെൽറ്റിംഗ് എന്ന പ്രോസസ്സിന് മറ്റൊരു പേരുണ്ട്, ഫ്യൂഷൻ. മെൽറ്റിങ്ങിന് നമുക്ക് മറ്റൊരു പേരാണ് ഫ്യൂഷൻ. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ഖരാവസ്ഥയിലുള്ള വസ്തു മെൽറ്റായി തുടങ്ങുന്നത്, അലിഞ്ഞു തുടങ്ങുന്നത്, ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് എന്ത്? മെൽറ്റിംഗ് point. The temperature at which a solid turns into gas at the atmospheric pressure. We are not changing the pressure. നമ്മൾ പ്രഷർ മാറ്റാതെ അത് മാറുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? വാട്ടറിനാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ. 0യിലും അതിൻ്റെ താഴെ -1 -2 എങ്ങനെയാണ്? സോളിഡ് ആയിട്ടിരിക്കും. പക്ഷേ 0 കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നമ്മൾ ചൂടാക്കുന്നതോറും അലിഞ്ഞ് വെള്ളമായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. ഇത് സെൽഷ്യസ് സ്കെയിലാണ്. ഓക്കെ. 0 ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണ്. പക്ഷെ എപ്പോഴും നമുക്ക് സെൽഷ്യസ് സ്കെയിലിൽ പറയണമെന്നില്ല. മറ്റൊരു സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. അപ്പോൾ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത് 273 കെൽവിനാണ് 0 ഡിഗ്രി സെൽഷ്യസ്.
അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ സെൽഷ്യസ് സ്കെയിൽ 0 ഡിഗ്രി ആണെങ്കിൽ കെൽവിൻ സ്കെയിൽ എത്രയാ? 273. അപ്പോൾ ഇവിടെ കൺവേർട്ട് ചെയ്യാം. അതുപോലെ വാട്ടർ ലിക്വിഡ് ഫോമിൽ ഇരിക്കുകയാണ്. എപ്പോഴാണ് അത് വാതകമായിട്ട് മാറുന്നത്? 100 ഡിഗ്രിക്ക് മുകളിലാകുമ്പോൾ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ബോയിലിംഗ് പോയിന്റ്, തിളയ്ക്കുന്ന ആ അവസ്ഥ അല്ലേ. 100 ഡിഗ്രി വരെ അതിങ്ങനെ ചൂടായി വരും. നമ്മളിങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നോക്കിക്കൊണ്ടെന്ന് അറിയാം. പക്ഷേ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ പെട്ടെന്ന് അത് ബബിൾസ് വരാൻ തുടങ്ങും. അതാണ് ബോയിലിംഗ് പോയിന്റ്. അതെത്രയാണ്? വെള്ളത്തിന് 100 ഡിഗ്രിയാണ്. ഓരോന്നിനും മാറും. വെള്ളത്തിന് 100 ആണ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് എത്ര കെൽവിനാണ്? 0 ആണ് 273. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 273 പ്ലസ് 100 373 ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ കെൽവിൻ സ്കെയിൽ. അപ്പോൾ അത് വേപ്പറായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. സെൽഷ്യസ് തന്നാൽ പ്ലസ് 273 ആഡ് ചെയ്താൽ കെൽവിൻ കിട്ടും. കെൽവിനിൽ തന്നാൽ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് സെൽഷ്യസും കിട്ടും. 273.15 കെൽവിൻ എന്നുള്ളതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. നല്ല ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളിപ്പോൾ ഐസ് എടുത്തു. നമുക്കറിയാം ഐസ് ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കാം. ഒരു -8 എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ. അത് ഞാൻ വെളിയിലെടുത്ത് വെച്ചു. അപ്പോൾ വെളിയിൽ മൈനസ് ടെമ്പറേച്ചർ ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഞാനതിനെ ഒരു ബീക്കറിലിട്ടു. എന്നിട്ട് അതിനെ ഞാൻ പതുക്കെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു തെർമോമീറ്റർ ഇട്ടിട്ടുണ്ട്. എനിക്ക് ടെമ്പറേച്ചർ കൂടുന്നത് കാണാം. അപ്പോൾ -8, -7 ആയി, -6 ആയി, -5 ആയി, -4 ആയി. ഐസ് മെൽറ്റായോ? ഇല്ല. ബിക്കോസ് മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ. അപ്പോൾ അത് ഹീറ്റായി -2, -1, 0 ആയതും വെള്ളം രൂപത്തിലേക്ക് ആകാൻ തുടങ്ങി. ഐസ് കുറേശ്ശെ ഉരുകാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഈ ഐസ് ഉരുകി തുടങ്ങുമ്പോൾ പിന്നെ കുറേ നേരം എടുക്കും ഈ ഐസ് മുഴുവൻ ഉരുകി തീരാൻ. അപ്പോഴും ഞാൻ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഐസ് ഉരുകുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. എൻ്റെ ടെമ്പറേച്ചർ ലെവൽ തെർമോമീറ്ററിൽ 0 നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പോൾ ഈ ഞാൻ കൊടുത്ത ടെമ്പറേച്ചർ എവിടെ പോകുന്നു? അതവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്. ഒരു ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. എവിടെയാണ് പോയി ഒളിക്കുന്നത്? ഈ പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിൻ്റെ ഈ ഫോഴ്സ് കുറച്ചാൽ മാത്രമേ അതിന് ലിക്വിഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം അറ്റ് എ ടൈം ചെയ്യുന്നില്ലല്ലോ. കട്ട് ചെയ്ത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞ് തീരുന്നത് വരെയും ഈ ചൂട് ഇതിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് ഈ ഹീറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ഒളിച്ചിരിക്കുക, ഹൈഡായിട്ടിരിക്കുക, ഹിഡൻ എന്നാണ്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ്. അപ്പോൾ ഇവിടെ എന്താ പ്രോസസ്സ്? മെൽറ്റിംഗ് അല്ലേ. അല്ലെങ്കിൽ മെൽറ്റിങ്ങിൻ്റെ വേറൊരു പേരെന്താണെന്ന് പറഞ്ഞു? ഫ്യൂഷൻ. അപ്പോൾ നമുക്കിതിനെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. അതായത് ഐസ് 0 ഡിഗ്രിയിൽ ചൂടായി തുടങ്ങും, അലിഞ്ഞു തുടങ്ങും. അത് ഉരുകി തീരുന്നത് വരെയും ആ ടെമ്പറേച്ചർ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ്, അതായത് ഐസിനെ ലിക്വിഡ് ആക്കാൻ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ദ ടെമ്പറേച്ചർ റിക്വയർഡ് by 100 kilogram of solid to turn into liquid under normal pressure and at its melting point. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രഷറിന് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. കാരണം നമ്മൾ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ മാത്രമേ മാറ്റുന്നുള്ളൂ, പ്രഷർ മാറ്റുന്നില്ല. ഒപ്പം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിലാണ് അത് മെൽറ്റായി തുടങ്ങുന്നത്. ഇനി രണ്ടാമത്തെ വീണ്ടും ഇപ്പോൾ 0 കിട്ടി, എല്ലാവരും അലിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി വീണ്ടും എൻ്റെ ടെമ്പറേച്ചർ കൂടി ഇപ്പോൾ എല്ലാം ലിക്വിഡായി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. കൂടി എത്രയായി? 100 ആയി. 100 ആകുന്നവരെ വ്യത്യാസമൊന്നുമില്ല, കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ 100 ആയി തുടങ്ങുന്നതും പെട്ടെന്ന് വെള്ളം എന്തായിട്ട് മാറാൻ തുടങ്ങും? വാതകമായിട്ട് മാറാൻ തുടങ്ങും, വാട്ടർ വേപ്പർ. അപ്പോഴേക്കും എന്ത് പറ്റും? ഈ ടെമ്പറേച്ചർ പിന്നെയും മൂവ് ചെയ്യുന്നില്ല. അപ്പം അവിടെയും ഞാൻ ചൂട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂട് എങ്ങോട്ട് പോകുന്നു? വീണ്ടും ഹൈഡ് ചെയ്യുകയാണ്. എവിടെ ഹൈഡ് ചെയ്യുന്നു? ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ തകർത്തിട്ട് ലിക്വിഡിന് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ വീണ്ടും അടുത്തൊരു ഹിഡൻ ഹീറ്റ് വരെയാണ്. അതെന്താണ്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. മെൽറ്റിംഗ് അല്ല അല്ലേ, ഇവിടെ വേപ്പറൈസേഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ് 100 kilogram of liquid into gas under normal atmospheric pressure and at its boiling point. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം നിങ്ങൾക്ക് കിട്ടാം. ഐസ് ഞാൻ പറഞ്ഞു 0 ഡിഗ്രി സെൽഷ്യസിൽ അത് ഐസായിട്ടിരിക്കും, അത് മെൽറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് 2 സ്റ്റേറ്റ്സ് കിട്ടുന്നുണ്ട്. ഐസിനും 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, വാട്ടറിനും അതിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. മുഴുവൻ അലിഞ്ഞ് തീരുന്നത് വരെ അത് 0 ഡിഗ്രിയിലല്ലേ. അപ്പോൾ ഇതിൽ ഏതിനാണ് കൂടുതൽ എനർജി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉത്തരം കിട്ടിയോ?
അതെ, വാട്ടറിനാണ് കൂടുതൽ എനർജി. കാരണം ഐസ് ഈ എനർജി എടുത്തിട്ടാണ് വാട്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം അതിന് ആ ഫോഴ്സ് ഓവർകം ചെയ്യാനുള്ള എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ടറാണ് കൂടുതൽ എനർജി. അതേ ചോദ്യം തന്നെ ചോദിക്കാം. 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ലിക്വിഡായിട്ട് ഇരിപ്പുണ്ട്, കുറച്ച് ബോയിലായി പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റീമിനാണോ വെള്ളത്തിനാണോ ടെമ്പറേച്ചർ എനർജി കൂടുതൽ? ഓഫ് കോഴ്സ് സ്റ്റീം ഇതിനെ ഓവർകം ചെയ്യാനുള്ള എനർജി എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീം കൊണ്ട് കൊള്ളിയാൽ കൂടുതൽ ഡേഞ്ചറസ് ഏതായിരിക്കും? സ്റ്റീം കൊണ്ടുള്ള പൊള്ളലായിരിക്കും. നമ്മൾ പഠിച്ചു സോളിഡിനെ ലിക്വിഡാക്കാം, ലിക്വിഡിനെ ഗ്യാസ് ആക്കാം. എങ്ങനെ? ടെമ്പറേച്ചർ കുറച്ചിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് സോളിഡിനെ നേരിട്ട് ഗ്യാസാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അത് സംഭവിക്കുന്നതിനെ നമ്മൾ സബ്ലിമേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് കർപ്പൂരം എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കർപ്പൂരത്തിൻ്റെ സൈസ് കുറഞ്ഞ് പിന്നെ അത് കാണാതാവും. അതുപോലെ നമ്മൾ പാറ്റ ഗുളിക, നാഫ്തലിൻ ബോൾസ് വാങ്ങിച്ചിട്ട് കബോർഡിലോ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ അവിടെ ഇട്ടിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചെറുതായി പോകും അല്ലേ. പക്ഷെ അവിടെ ലിക്വിഡ് ഫോമിലോട്ട് ആവുന്നുണ്ടോ? ഇല്ല. നേരിട്ട് സോളിഡ് എന്തായിട്ട് മാറുന്നു? വേപ്പർ. ഈ പ്രോസസ്സാണ് സബ്ലിമേഷൻ. ഇവിടെ അമോണിയം ക്ലോറൈഡ്, ആന്ത്രസീൻ, അയോഡിൻ എന്നിവയ്ക്കും സബ്ലിമേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡെപ്പോസിഷൻ. അതായത് ഗ്യാസ് എന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറുന്നതിനെയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഗ്യാസിനെ നമ്മൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്താൽ, ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ടെമ്പറേച്ചർ കൊണ്ടും ആവാം, പ്രഷർ കൊണ്ടും ആവാം. നമ്മൾ ടെമ്പറേച്ചറിനെ കുറിച്ച് കണ്ടു. ഇനി പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? പ്രഷർ കൂടുമ്പോൾ ഈ ഗ്യാസ് ലിക്വിഡായിട്ട് മാറും. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്യാനൊക്കെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. അവിടെ നമ്മൾ പ്രഷറാണ് കൊടുക്കുന്നത്. പ്രഷർ കൊടുക്കുമ്പോൾ ഈ കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് എനർജി കുറയുമ്പോൾ പാർട്ടിക്കിൾസ് അടുത്ത് വരും. അടുത്ത് വന്ന് എന്ത് ചെയ്യും? അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. പക്ഷേ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പ്രഷർ കൂട്ടുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടും. അതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെക്കണം. അതിനൊരു എക്സാമ്പിളാണ് ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്തിട്ട് നമ്മൾ എന്തായിട്ട് മാറ്റും? സോളിഡായിട്ട് മാറ്റുകയാണ്. അതിനെ കംപ്രഷൻ ആൻഡ് കൂളിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസിനെ ലിക്വിഡായിട്ട് അല്ലെങ്കിൽ സോളിഡായിട്ട് മാറ്റുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഡ്രൈ ഐസ് എപ്പോഴും ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും വേണം സൂക്ഷിക്കാൻ. ഇത്രയും പോയിന്റ്സാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.